എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്ന് നല്ല പൊരിഞ്ഞ മഴയാണ് മക്കളെ. ഇവിടെ ഇന്ന് പൊരിഞ്ഞ മഴയാണ് കേട്ടോ. ഇന്നലെ ഞാൻ റേഷൻ വാങ്ങാൻ പോയത് എത്ര നന്നായി. ഇന്നത്തെ ദിവസം മൊത്തം മഴ, ഇടി ഇങ്ങനെ മുഴുങ്ങുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയാണോ? അതെ, അമ്പലത്തിലേക്ക് വീണ്ടും വെള്ളം കയറിയിട്ടാണ്. ഇന്നലത്തെ രാത്രി തൊട്ടുള്ള മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീണ്ടും വെള്ളം കയറി. എന്താ ചെയ്യുക? ഇതൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ. മഴക്കാലം കഴിയുന്നത് വരെ കഷ്ടപ്പാടാണ് ജീവിതം. പിന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല അമ്മതേ കൈയിട്ടിളക്കും. ആ ചക്കക്കുരു നന്നാക്കാനമ്മേ തോരട്ടെ. അപ്പോൾ ചക്കക്കുരും മുരിങ്ങയുടെ ഇലയും കൂടിയിട്ട് തോരൻ വയ്ക്കാൻ പോകും. അപ്പോൾ മുരിങ്ങയുടെ ഇലയും ചക്കക്കുരും തോരൻ വയ്ക്കുക. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ പാചകം. ഞാൻ എങ്ങനെ ചെയ്യുന്നു അതാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ച് നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണക്കമുളക്, എരിവ് വേറെ ഒന്നുമില്ല ഈ മുളകിന് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് വെങ്കായം, അതായത് സവോള, തമിഴിൽ പെരിച്ച് വെങ്കായം ഇല്ല, വലിയ സവോള. അപ്പോൾ മുരിങ്ങയുടെ ഇല ഞാൻ തന്നെ നന്നാക്കി. കാരണം എന്താ വെച്ചാൽ അമ്മ നന്നാക്കി ആ കോച്ചിക്കയിലിടും. അമ്മയ്ക്ക് പണി കഴിയണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലേക്ക് കുറച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചക്കക്കുരു മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു അമ്മയാണ് നന്നാക്കിയത്. ഇനി അതിൽ തൊണ്ടൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ചങ്ങി കൊടുങ്ങുക ദൈവമേ. എനിക്ക് ചെറിയത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കഴുകി വാരി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലേക്ക് വേവില്ല കേട്ടോ. അതൊന്ന് ചൂട് തട്ടിയാൽ അതങ്ങടെ അങ്ങോട്ട് മുരിങ്ങക്കായ ഇട്ട് വേവിക്കാൻ പാടില്ല. മുരിങ്ങക്കായ വേവിച്ചാൽ എന്തുണ്ടാവും? കയ്പ്പുണ്ടാവും. അപ്പോൾ മുരിങ്ങക്കായ ഒന്ന് വാടാനേ പാടുള്ളൂ. ചക്കക്കുരിന് വേവുള്ള കാരണം ചക്കക്കുരു ആദ്യം വേവിച്ച് വെക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. പുതിയതായിട്ട് വിവാഹം കഴിച്ചു വന്ന ഒരു പെൺകുട്ടി പാചക കാര്യങ്ങളൊന്നും അറിയില്ല, പഠിപ്പിച്ചിട്ടില്ല കുടുംബത്ത്. ആദ്യമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ അമ്മായിമ്മ കൊള്ളി ഉപ്പേരി വയ്ക്കുക. അപ്പോൾ ഈ കൊള്ളി നന്നാക്കുന്നതൊക്കെ ഈ കുട്ടി കാണുന്നുണ്ട്. ഉപ്പേരി എങ്ങനെ വയ്ക്കേണ്ടത് പഠിക്കുക, അമ്മായിമ്മ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കൊള്ളിയൊക്കെ അരിഞ്ഞ് വേവിച്ച്, അങ്ങനെ കൊള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേവിക്കാൻ വെക്കിനായിട്ട് മുപ്പാടി കുട്ടിക്ക് ഒരു ഫോൺ വന്നു. അങ്ങനെ കുട്ടി ഫോൺ വിളിക്കാൻ പോയി വരുമ്പോഴേക്ക് അമ്മായിമ്മ കൊള്ളി വേവിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് അത് വേവിച്ചു എന്നുള്ളത് അറിയില്ല. അത് അമ്മായിമ്മ പറഞ്ഞില്ല. അങ്ങനെ കുട്ടി വരുമ്പോൾ കാണുന്നത് ഉള്ളിയും മുളകും മൊരിഞ്ഞ് അതിലേക്ക് കൊള്ളി തട്ടണതാണ്. അങ്ങനെ ഒരു ദിവസം അമ്മായിമ്മ പറഞ്ഞു, മോളെ അമ്മ അന്ന് കൊള്ളിപ്പേരി ഇടരുത് കാട്ടിയൊന്നുമില്ലേ, ഒന്ന് വെക്കുമെന്ന്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? കൊള്ളി അരിഞ്ഞ് ഉള്ളി മുളകും ചാലിച്ച് അതിലേക്ക് ഇട്ട് ഇറക്കി വെച്ച് വേവിച്ചൊന്നുമില്ല. വേവിക്കുന്നതൊന്നും കുട്ടി കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു സങ്കല്പിക അതേട്ടാ നേരം പോക്കിന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പാചകം ചെയ്തിട്ട് കാര്യം.
പാചകം ഒരു കലയാണ്. അതിനോട് സ്നേഹവും ബഹുമാനവും നമുക്ക് വേണം. എങ്കിൽ മാത്രമേ പാചകം രുചികരമായി തീരുള്ളൂ. അതിനാണ് കൈപുണ്യം എന്ന് പറയുന്നത്. ആർക്കാനും വേണ്ടി ഒക്കാനിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായി നമ്മൾ പാചകം ചെയ്യണം. അതിൽ കുറച്ച് സ്നേഹം കൊടുക്കണം. മറ്റുള്ളവർക്ക് സന്തോഷത്തോടു കൂടി നമ്മൾ നൽകണം. അപ്പോഴൊക്കെയാണ് അതിന് രുചി വരിക. അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇല എത്രയും വസ്തുവായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ചക്കക്കുരു ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങയുടെ ഇലയും ഓരോ സൂപ്പറായി മക്കളെ, സൂപ്പർ. ഇത് കൂട്ടി നമുക്കൊരു കഞ്ഞി കുടിക്കാം. എന്തിനാ വേറെ ഒരു കറി? ഒന്നും നോക്കാനില്ല. ഇനി ചൂടുള്ള കഞ്ഞി പടപടപടാന്ന് ഇങ്ങോട്ട് മുക്കി കുടിക്കാം നമുക്ക് കേട്ടോ. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാം. ചൂടാണ് മക്കളെ, എൻ്റെ കയ്യിൽ വെക്കാൻ പറ്റില്ല. ആവി പറക്കുന്ന കണ്ണ് ചൂട്, ആവി പറക്കുന്ന കഞ്ഞിയാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ എനിക്ക് ചൂടുന്നു. ഞാൻ മടിയിൽ വെക്കട്ടെ. മുരിങ്ങയിലും ചക്കക്കുരും തോരൻ. ചിലവരെന്ത് ചെയ്യുന്നറിയില്ല, നാളികേരം ഇടൂട്ട. ഞാൻ മുരിങ്ങയുടെ തനിച്ച് വയ്ക്കുമ്പോൾ തേങ്ങയിടും, ചക്കക്കുരു വയ്ക്കുമ്പോൾ തേങ്ങ ഇടാറില്ല. മക്കൾ ചുട്ട പപ്പടം തിന്നാറുണ്ടോ? മക്കൾക്ക് ഇഷ്ടമാണോ? മഴ അങ്ങനെ കോരി ശരിയുമ്പോഴേ നമുക്ക് അങ്ങനെ കഞ്ഞി കുടിക്കാം, നല്ലത്. സ്വപ്നങ്ങളെ നമ്മളെല്ലാവരും സ്വപ്നം കാണുമല്ലേ? സ്വപ്നം കാണാത്തവർ ആരുമില്ല. എന്നാൽ ചില സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കും, ചിലത് ഫലിക്കില്ല. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലവർ പറയുന്നത്
നമ്മൾ ആലോചിച്ച് മനസ്സിൽ വെച്ച് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതാണ് എന്നാണ്. എന്നാൽ ചിലവർ പറയുന്നത് ഈശ്വരൻ നമുക്ക് കാണിച്ചു തരുന്ന നിമിത്തങ്ങളാണ് എന്നാണ്. അങ്ങനെ എൻ്റെ സ്വപ്നത്തിലും ഫലിച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ. ഞാൻ എൻ്റെ പഴയ വീടെന്ന് പറഞ്ഞാൽ മണ്ണിഷ്ടമുണ്ടല്ലോ, അവിടെ പറമ്പിൽ നിന്ന് തന്നെ മണ്ണ് കയച്ച് കുളച്ച് വൈകുന്നേരം ആകുമ്പോൾ അമ്മ മുറ്റത്ത് കട്ട പിടിക്കും, ഒരച്ചണ മരത്തിൻ്റെ അതിൽ വെച്ചിട്ട് ഇഷ്ടകളുണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് വെച്ച് ശേഷം വീട് പണി. അങ്ങനത്തെ ഒരു മണ്ണ് വീടായിരുന്നു എൻ്റെ. മഴ പെയ്യുമ്പോൾ കാറിനൊക്കെ നനഞ്ഞുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കുടിച്ച് ഇങ്ങനെ മയങ്ങുകയാണ്. എന്നാൽ എനിക്ക് 10-20 വയസ്സ് കാണും. അങ്ങനെ മയങ്ങുന്ന നേരത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാൻ കിടക്കുന്ന മുറിയുടെ മുകളിലെ ഒരു പാമ്പ് എൻ്റെ മേത്തേക്ക് വീഴാൻ പോകണം. പെട്ടെന്ന് ചാടി പിടഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ മണ്ണുകൾ ഉതിർന്ന് എൻ്റെ മേത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് പാമ്പ് തന്നെയാണ്, നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ അകത്തുനിന്ന് കാല് കുത്തുന്നത് മുന്നിലെ അറിയത്തേക്കാണ്, മുറ്റത്തെ അറിയത്തേക്ക്. ഞാൻ ഒരു കാല് വെച്ചില്ല എന്നാവുമ്പോഴേക്കും കണ്ടു ഈ ചുമര് മൊത്തം കിടക്കുന്ന നനഞ്ഞുമല്ലോ. നനഞ്ഞിട്ട് അവിടെ നിന്നേ പോയി ഈ കട്ടിലിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ചുമര് വന്ന് വീണു. അപ്പം അത് സത്യമല്ല മക്കളെ. മറ്റുള്ളവരെന്തോ പറയട്ടെ, നമ്മുടെ അനുഭവമല്ലേ നമുക്ക് സത്യം. അവിടെ ഞാനത് എഴുന്നേറ്റ് കുസലില്ലാണ്ട് കിടന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ചത്തിരിഞ്ഞേനില്ലേ. അപ്പോൾ അതാണ് ഈശ്വരൻ നമുക്ക് കാണിച്ചിരുന്ന നിമിത്തങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണം ബോധമുള്ളവർ. സ്വപ്നം കാണുമ്പോൾ തള്ളിക്കളയരുത്. അത് സ്വപ്നമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത് ആരും. അങ്ങനെയുള്ള പൊട്ട സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചുവന്ന ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ അതൊന്ന് അമർത്തണേ, എങ്കിലേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.